നമസ്കാരം പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് പറയാൻ പോകുന്നത് ദുബായിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദുബായിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കാണുക. ദുബായിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ പറയുമ്പോൾ അതിലൊരു 4-5 വിഭാഗമുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട ഒരു കാര്യം ജോലി തേടി പോകുന്നവര്, രണ്ടാമത്തെ കാര്യം അവിടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവര്, മൂന്നാമത്തെ ടൂറിസ്റ്റ് ആയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, നാലാമത്തെ ഒരു വിഭാഗം ഇവിടെ നല്ല സമ്പത്തും കാര്യങ്ങളും ഉണ്ട്, ദുബായിൽ സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര്, നമുക്ക് അവിടെ സ്ഥലമൊക്കെ വാങ്ങാൻ പറ്റും, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഈ വീഡിയോയുടെ ഒരു സ്പോൺസർ ഉണ്ട്, ഈസി ട്രാവൽസ് ഗുരുവായൂർ. ആ സ്പോൺസർ എന്താണെന്നുള്ളത് വഴിയേ പറയാം. ദുബായിനെ പറ്റി പറയുന്ന സമയത്ത് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഒരു എമിറേറ്റ് ആണ് ദുബായ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ അല്ലെങ്കിൽ ഏറ്റവും സൂപ്പറുമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്നിപ്പോൾ ദുബായ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാൾ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം തുടങ്ങി ഏറ്റവും വലുതും ഏറ്റവും മികച്ചതെല്ലാം ദുബായിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ് ദുബായിലെ ഭരണകൂടം. വളരെയധികം പുരോഗതികൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, 2030 ദുബായ് എവിടെ എത്തണം, 2040 ദുബായ് എവിടെ എത്തണം എന്നൊക്കെ വളരെ നന്നായിട്ട് ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു ഭരണാധികാരിയുടെ കീഴിലാണ് ആ രാജ്യം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദുബായിൽ ഇപ്പോൾ സെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ അവിടെ ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിന് വളരെയധികം മൂല്യവുമുണ്ട്. ഇനി ജോലിയുടെ കാര്യം പറയാം. ഞാൻ 2 തവണ ദുബായ് പോയിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസവും ഞാൻ ദുബായിലായിരുന്നു. അവിടുന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. മുമ്പ് നമ്മൾ ജോലി തേടുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നും അത് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഏറ്റവും നന്നായിട്ടൊരു ജോലി കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം നിങ്ങൾ ദുബായിലേക്ക് ഒരു വിസിറ്റിംഗ് വിസയിലൂടെ വന്നിട്ട് അവിടുന്ന് ജോലി തേടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലുടമ നമുക്കൊരു വിസ തരണമല്ലോ. ഏകദേശം 8,000-9,000 ദിർഹം അതിന് ചെലവ് വരും തൊഴിലുടമയ്ക്ക്. 1000 ദിർഹം എന്ന് പറയുമ്പോൾ 23,000 രൂപ കണക്കാക്കുക. അങ്ങനെ നമുക്ക് വേണ്ടി 8,000-9,000 ഒരു തൊഴിലുടമ വിസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചെലവാക്കണം. അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും ഓൺ വിസ ഉള്ളവരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ വിസ എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് 2 വർഷത്തെ വിസ എടുക്കാൻ പറ്റും. മാത്രമല്ല, നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എവിടെയെങ്കിലും താമസിക്കണ്ടേ? അതുമല്ല, ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ പോകണമെങ്കിൽ തന്നെ കുറേ നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ ഇത്ര രൂപ കയ്യിൽ വെക്കണം, നമുക്ക് ഹോട്ടൽ ബുക്കിങ്ങിന്റെ വേണം, റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുബായിലേക്ക് പോകാവുന്നതാണ്. ഇനി അടുത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, അറിയാലോ, ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കും അത് ഗുണമാണ്. അപ്പോൾ അവിടെ കുറേ ലൈസൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യണം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പോയിട്ട് നല്ലൊരു ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ടൂറിസം എന്ന് പറയുന്നത്, ഇനി അറിയാലോ, ഇനി അവിടെ സീസണാണ്. ഡിസംബറിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വരും, അതിനോടനുബന്ധിച്ച് ഗ്ലോബൽ വില്ലേജ് വരും. മാത്രമല്ല, നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒരുപാട് സ്ഥലങ്ങൾ ദുബായിലുണ്ട് അല്ലെങ്കിൽ UAE-യിലുണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി സീസൺ തുടങ്ങുകയാണ്. ഇനി ലാസ്റ്റ് വിഭാഗത്തെയും കൂടി പറയാം. ഇവിടെ നന്നായിട്ട് സാമ്പത്തികമായിട്ടുള്ളവരാണ്. അവർക്ക് ദുബായിൽ സെറ്റിലാകാൻ, അവിടെ സ്ഥലം വാങ്ങാൻ, അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ദുബായ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിധത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ദുബായ് ഇപ്പോൾ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് ദുബായിൽ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാലോ, ഇഷ്ടം പോലെ ഏജൻസികളുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു ഏജൻസിയെ സമീപിക്കുക, നിങ്ങളുടെ ആവശ്യം പറയുക. ഇനി നിങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ഒരു ഏജൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ ഹെഡ് ഓഫീസ് ഗുരുവായൂരാണ് വരുന്നത്. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരത്തെല്ലാം ഇവർക്ക് ഓഫീസുകളുണ്ട്. അവരുടെ ഓഫീസിന്റെ എല്ലാ നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ദുബായിൽ ജോലി തേടാൻ ആഗ്രഹമുള്ളവർക്ക് സ്പെഷ്യൽ പാക്കേജ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇവർ നിങ്ങൾക്ക് ടിക്കറ്റ്, വിസ, ഭക്ഷണം, താമസം, മെട്രോ കാർഡ്, ഇൻഷുറൻസ്, സിം കാർഡ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും. ജോലി നിങ്ങൾ തേടി കണ്ടെത്തണം. ജോലി അവർ ഓഫർ ചെയ്യുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കണേ, ജോലി അവർ ഓഫർ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ജോലി തേടാവുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അതിന്റെ ലീഗൽ വശങ്ങൾ, കാര്യങ്ങൾ, അവിടെ വേണ്ട വിസ, അവിടെ ഏതൊക്കെ ലൈസൻസ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ടൂറിസ്റ്റ് ആയിട്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള പാക്കേജുകളുണ്ട്. ഇനി ദുബായിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവർക്കുള്ള റെസിഡന്റ് വിസ, ഫാമിലി വിസ, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അവർ ഓഫീസിൽ ചെല്ലുക. എല്ലാ വിവരങ്ങളും, എന്തൊക്കെയാണ് വേണ്ടത്, അതിന്റെ പാക്കേജ് എന്താണ്, എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നല്ല സർവീസാണ് അവർ കൊടുക്കുന്നത്. നമ്മൾ 2 വർഷം മുന്നേ കൂടെ ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അതിലൂടെ ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തരും. അതിൽ അവിടെ പോയിട്ട് ജോലി കിട്ടിയുള്ള ആൾക്കാരുടെ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാവുന്നതാണ്. അവരെ വിളിക്കുകയോ നേരിട്ട് ചെല്ലുകയോ ചെയ്യുമ്പോൾ പറയൂ, നമ്മുടെ സുരേഷൻ ചാനൽ കണ്ടിട്ടാണെന്നുള്ളത് പറയൂ. ഒരു സ്പെഷ്യൽ കെയർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഇല്ലാതില്ല. ഓക്കെ.
അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദുബായിൽ പോവുക എന്നുള്ളത് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ കാലത്ത്. അത് നിങ്ങൾ ജോലിക്കായാലും ശരി, ബിസിനസ് ആവശ്യത്തിനായാലും ശരി, ടൂറിസ്റ്റ് ആയിട്ടായാലും ശരി, ഇനി അല്ല അവിടെ സ്ഥിരതാമസത്തിനായാലും ഏറ്റവും നല്ല ചോയ്സിലൊന്നാണ് ഇപ്പോൾ ദുബായ് പോവുക എന്നുള്ളത്. കാരണം ഞാൻ അവിടെ ഒരു മാസം പോയി അവിടുത്തെ കാര്യങ്ങൾ കുറേയൊക്കെ പഠിച്ചറിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഒരുപാട് പേര് അവിടെ പോയിട്ട് രക്ഷപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പരിചയത്തിലും നിങ്ങളുടെ പരിസരത്തിലും ഒക്കെ നല്ല ദുബായ്ക്കാരുണ്ടാവും. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈസി ട്രാവൽസായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.